അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എന്താടാ ലേൺലിയുടെ പ്ലാറ്റ്ഫോമിൽ HSCൻ്റെ ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ ഒരു ദിവസം ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് IIT ജെയിൻ്റെ ഒരു 10 പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങളെന്താക്കുക, നമ്മളെ കൂടെ ഇരിക്കുക. നമ്മളെന്താക്കും 1 by 1 ആയിട്ട് സോൾവ് ചെയ്യും. മോഡേൺ ഫിസിക്സിലെ ചെറിയ പ്രോബ്ലമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റാണ്. അതിൽ ജെയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു 10 പ്രോബ്ലംസ് നമ്മൾ എന്താക്കാണ് അവിടെ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മോഡേൺ ഫിസിക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ മെറ്റാലിക് സർഫസ് ഈസ് ഇല്ലുമിനേറ്റഡ് വിത്ത് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് എന്താണ് പറയുന്നത്? ലാംഡ. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് എന്താണ്? V0. വേവ് ലെങ്ത് ലാംഡയാകുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറുന്നുണ്ട്? V0 ആയിട്ട് മാറുന്നുണ്ട്. ഇഫ് ദ സെയിം സർഫസ് ഈസ് ഇല്ലുമിനേറ്റഡ് വിത്ത് വേവ് ലെങ്ത് ഓഫ് 2 ലാംഡ ദെൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബിക്കം V0/4. ഇപ്പോൾ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഫോർ ദിസ് മെറ്റാലിക് സർഫസ് വിൽ ബി എന്ന ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ എന്താക്കണം ഇങ്ങോട്ടൊന്ന് മാറ്റിയതാണ്. ലാംഡ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0. 2 ലാംഡ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ വരികയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താടാ? V0/4 ആണ്. അങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മളെ ത്രെഷോൾഡ് വേവ് ലെങ്ത് ലാംഡ 0ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് അല്ലേ. നമ്മളെന്തൊക്കെയാണ് ബേസിക്കായുള്ള നമ്മുടെ എന്തുണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്. EV0 = എന്താ? HC × 1/λ - λ0 അല്ലേ. ഞാൻ എന്താക്കാണ് തൽക്കാലം ഇവിടെ റേഷ്യോ എടുക്കാൻ പോവാണ്. അതുകൊണ്ട് എന്താക്കാണ് ഈ HCയും Eയും ഞാൻ എന്താക്കാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. കോമൺ ആണ്, എന്താവും പോകും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇക്വേഷൻ മാറ്റി എഴുതി. ഫസ്റ്റ് കേസിൽ ഇക്വേഷൻ തന്നെയാണ് ഇതില്ലേ. ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് താഴെ മാറ്റി എഴുതാം. V0 = ബ്രാക്കറ്റ് ഇട്ട് 1/ ഫസ്റ്റ് കേസിലെ വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ തന്നെയാണ് -λ0. ഇക്വേഷൻ നമ്പർ എന്ത് കൊടുത്തടാ? ഞാൻ 1 എന്ന് കൊടുത്തു. ഇത് നോക്കിയാൽ രണ്ടാമത്തെ കേസിൽ എന്തായിട്ട് മാറുന്നുണ്ട്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0/4 ആയിട്ട് മാറുന്നുണ്ടടാ. അപ്പോൾ V0/4 അപ്പോൾ നമ്മളെ വേവ് ലെങ്ത് എത്രയാണ് അവർ തന്നത്? 2 ലാംഡയാണ്. അപ്പോൾ 1/2 ലാംഡ മൈനസ് എന്താണ്? λ0. ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കടാ? 2 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താ അതിൻ്റെ റേഷ്യോ എടുത്താൽ 1/2 ആണ് ചെയ്യുന്ന. ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? 4 കിട്ടും. V0 കട്ടാവും. അപ്പോൾ നോക്കിയേ ഇതെങ്ങനെയുള്ള 1/λ മൈനസ് 1/λ0 ഹോൾ ഡിവൈഡ് ബൈ 1/2 ലാംഡ മൈനസ് λ0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 നോക്കിയാൽ ഇതെന്തായിട്ട് മാറും? λ0 മൈനസ് ലാംഡ ഹോൾ ഡിവൈഡ് ബൈ λ0 ഹോൾ ഡിവൈഡ് ബൈ λ0 മൈനസ് 2 ലാംഡ ഹോൾ ഡിവൈഡ് ബൈ 2 λ0. പ്രശ്നമായോ? നോക്കിയേ ആ ഇക്വേഷൻ കൂടി ഇങ്ങോട്ട് മാറ്റിയതാണ്. 4 = λ0 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ λ0 ഇൻറ്റു ഡിവിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് റെസിപ്രോക്കലായിട്ട് ഇൻറ്റു കൊടുക്കാം. 2 λ0 മൈനസ് λ0 മൈനസ് എന്താണ്? 2 ലാംഡ. λ0 കട്ടായി 2ഉം 4ഉം കട്ടായിട്ട് ഇവിടെ എന്തായിട്ട് മാറിയടാ? 2 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കിട്ടും 2 ഇൻറ്റു ഡിനോമിനേറ്റർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. λ0 മൈനസ് 2 ലാംഡ = λ0 മൈനസ് എന്താണ്? ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ 2 λ0 മൈനസ് 4 ലാംഡ = λ0 മൈനസ് എന്താണ്? ലാംഡയാണ്. ഇപ്പോൾ λ0 നമ്മളൊരു സൈഡിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ λ0 ആയിട്ട് മാറും. അവിടെ എന്തായിട്ട് മാറി? 5 ലാംഡയായിട്ട് മാറി. 5 ലാംഡ അല്ല, സോറി, 3 ലാംഡ എന്തായിട്ട് മാറുന്നുണ്ട്? 3 ലാംഡ. -4 ലാംഡ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ്, അവിടെ ഓൾറെഡി എന്താണുള്ളത്? മൈനസ് ലാംഡയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 ലാംഡയാണ് കിട്ടുക. λ0 = 3 ലാംഡ. കണ്ണും കൂടി നമുക്ക് എന്താക്കാൻ പറ്റും? ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമ്മൾ റേഷ്യോ എടുക്കുക. ചില മക്കൾ എന്തെടുക്കും? മൈനസ് ചെയ്യും. അതോടെ എന്താവും? അങ്ങോട്ടേക്ക് എത്തൂല. എന്തായാലും ഇക്വേഷൻ 1ഓ 2ഓ വെച്ചിട്ട് എന്താക്കുക? റേഷ്യോ എടുക്കുക. ചില കുട്ടികൾ കാണുമ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോലെ അതെത്തും. അപ്പോൾ ആ റേഷ്യോ എടുത്താൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എന്താക്കാൻ പറ്റുള്ളൂടാ? സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാണ്. നോക്കിയേ. ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ ഈസ് F0. When the light of frequency 2F0 is incident on the metal plate, the maximum velocity of photoelectron emitted is V1.
ഇല്ലേ? നമുക്കറിയാം എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി F0 ഞാൻ മാറ്റിയത്. ഇനി 2F0 ഉള്ള റേഡിയേഷൻ വരികയാണെങ്കിൽ പുറത്തോട്ടേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എത്രയാണ്? V1 ആണ്. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് ഇൻക്രീസ്ഡ് ടു എത്രയാണ്? 5F0. 5F0 ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? V2 ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് V1/V2 ആണ്. V1/V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, നമുക്കറിയുന്ന ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജി മാക്സിമ ഈക്വൽ ടു h(mu - എന്താ 50) ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് h(mu - 50) വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ h(mu - എന്ത് ചെയ്താ μ0 നേതാം. ഇല്ല, ഫസ്റ്റ് കേസ് ഏതാണ്? ഒന്നാമത്തെ കേസ്. അവിടുത്തെ കൈനറ്റിക് എനർജി നേടാൻ വേണ്ടിയിട്ട് 12m V1² മാറ്റി എഴുതിയാണ്. 12m പോട്ടെ, രണ്ടും എന്താണ് കോമൺ ആണ്. അപ്പോൾ V1² ഈസ് ഈക്വൽ ടു ഇവിടെ എച്ചും പോയി, എച്ചിന് ഞാൻ എന്താക്കി റേഷ്യോ എടുക്കാൻ പോകണം, അതുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഫസ്റ്റിലെ ഫ്രീക്വൻസി 2F0 ആണ്. അപ്പോൾ 2F0 - എന്താ F0 ഈക്വൽ ടു എത്രയാ? F0 ആണ്. V1² ആണ്. ഇനി V2² ഇതേപോലെ നമ്മൾ കൊടുത്താൽ നോക്കിയേ, 5F0 - F0 ഈക്വൽ ടു എത്രയാ? 4F0. ഇനി നോക്കിയേ, ഇതിൻ്റെ റേഡിയോ ഇത് 1 ആണ്, ഇത് ഇക്വേഷൻ എന്താണ്? 2 ആണ്. അപ്പോൾ V1/V2 നോക്കിയേ, V1/V2 എന്ന് പറയുമ്പോൾ √F0 - എന്താ 4F0. F0 കട്ടായി V1/V2 ഈക്വൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1/2 ആണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, V1/V2 എത്രയാണ്? 1/2. ഇനി K1 കൈനറ്റിക് എനർജീൻ്റെ റേഷ്യോ ചോദിച്ചാൽ എന്തായിട്ട് മാറുമായിരുന്നു? കൈനറ്റിക് എനർജീൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/4 ആണ്. അതാണ് കുട്ടികളോട് മാറിപ്പോവുക. അല്ല, റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല, 1/4 എന്ന് കിട്ടും. ഡയറക്റ്റ് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് അവിടുന്ന് എഴുതാൻ പറ്റും. ഓക്കെ, റേഷ്യോ എടുക്കുക. സാധാരണ മോഡേൺ ഫിസിക്സിലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാല്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത്ര ടൈംസ് ആവോ കുറയാന്നൊക്കെ ചോദിക്കുമ്പോൾ അധിക ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ എടുക്കുക? റേഷ്യോ ആണ് എടുക്കുക. അത് നമ്മൾ എന്താക്കും? പ്രോബ്ലം സോൾവ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് എന്താവും? ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Let the kinetic energy of incident electron is E when the light incident on the metal has wavelength lambda. To double the kinetic energy, the incident light must have wavelength. ഒന്നുകൂടി വായിക്കാം അല്ലേ? The kinetic energy of emitted electron is E when the light incident on the metal has wavelength എത്ര? ലാംഡ. അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ എഴുതട്ടെ. ഈ കൈനറ്റിക് എനർജി പകരം ഇ തന്നത് hc/λ മൈനസ് വർക്ക് ഫംഗ്ഷൻ തന്നോ? ഇല്ല. hc/λ മൈനസ് എന്ത് കൊടുക്കുക? അതിന് hc/λ 0 വേണോ? hc/λ മൈനസ് എന്ത് കൊടുത്ത്? അത് കട്ടായിപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഞാൻ 50 തന്നെ കൊടുത്തു. ഓക്കെ, ടു ഡബിൾ ദ കൈനറ്റിക് എനർജി ദ ഇൻസിഡൻറ്റ് ലൈറ്റ് മസ്റ്റ് ഹാവ് എ വെയ് ലെങ്ത്. അപ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ആക്കണേ 2E എന്ന് കൊടുത്ത്, hc/ എനിക്ക് അറിഞ്ഞോട് അതിനെന്ത് കൊടുത്ത്? λ' എന്ന് കൊടുത്ത് മൈനസ് എന്താ 50. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ എന്താ 2 ആണ്. അപ്പം തൽക്കാലം ചെയ്യുന്ന എന്താണ്? 2 - 1 ചെയ്ത് നോക്കുക. എന്നാൽ എനിക്ക് എന്താക്കുക? ഈ 5 ഇവിടുന്ന് എന്താക്കുക? കട്ട് ചെയ്ത് നോക്കുക. ഇല്ല, അപ്പോൾ 2 - 1 ചെയ്യുമ്പോൾ എന്താവും? 2E - E എന്തായിട്ട് മാറും? ഇടാ E ആയിട്ട് മാറും. അപ്പോൾ അപ്പുറം നോക്കിയേ, hc - λ' മൈനസ് hc/ എന്താ ലാംഡയാണ്. ഇല്ല, അപ്പോൾ hc കോമൺ ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു hc കോമൺ ആയിട്ട് പുറത്തെടുത്ത് 1/λ' മൈനസ് 1/λ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറിയടാ? E/hc ഈക്വൽ ടു റെസിപ്രോക്കൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ λ - λ' ഡിവൈഡ് ബൈ λ ഇൻറ്റു λ'. λ ഇൻറ്റു λ'. അല്ലാതെ അങ്ങനെ വേണ്ട അല്ലേ? അപ്പോൾ ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ പോയാൽ നമുക്ക് കിട്ടൂല. നമുക്ക് λ' ആണ് വേണ്ടത്. അപ്പോൾ E/hc ഇല്ലേ? E/hc ഈസ് ഈക്വൽ ടു 1/λ' മൈനസ് 1/λ. ഇല്ല, ഈ 1/λ ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 1/λ' ഈസ് ഈക്വൽ ടു ഇവിടെ 1/λ' ഇവിടെ വെക്കുകയാണ്, 1/λ അങ്ങോട്ടേക്ക് എടുക്കുകയാണ്. E/hc പ്ലസ് 1/λ. അങ്ങനെയാണെങ്കിൽ ഈ λ പ്ലസ് hc ഡിവൈഡ് ബൈ എന്താ hc⁻. എന്തായിട്ട് മാറും? hc⁻. അപ്പം അതിൻ്റെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ λ' ഈസ് ഈക്വൽ ടു hc⁻ ഡിവൈഡഡ് ബൈ ഈ λ പ്ലസ് hc ആണ്.
ഓക്കെ, ഞാൻ നേരത്തെ എന്താക്കി കോമൺ ആയിട്ട് പുറത്തെടുത്ത് അപ്പോൾ എന്താവും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കിട്ടും, നമുക്ക് എന്താക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്. അപ്പോൾ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് സി ലാംഡ ഡിവൈഡ് ബൈ ഇ ലാംഡ പ്ലസ് എന്താ എച്ച് സി ആണ്. ഓക്കെ, ഈ ടൈപ്പ് വന്നാൽ എന്താക്കണം, സോൾവ് ചെയ്യാണ്ട് ട്രിക്കായിട്ടൊന്നും കിട്ടില്ല, ഡയമെൻഷനൊക്കെ സെയിം ആണ്. പെട്ടെന്ന് ഒറ്റൊരു ഓപ്ഷൻ ഇവിടെ എന്താക്കാൻ പറ്റുന്നില്ലടാ, കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ എച്ച് സിയിലായി. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് ഒഴിവാക്കി, എച്ച് ലാംഡയാണ്. ഈ രണ്ട് ഓപ്ഷനും ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി ചെയ്ത് നോക്കണം. എന്നാൽ ഈ സൈനും മനസ്സിലാണെങ്കിൽ എന്താണ്, എന്തായാലും ചെയ്ത് നോക്കണം.